എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി നമ്മളുടെ സ്വന്തം RC ഗാർഡനിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വന്നിട്ടല്ലേ. അപ്പം നിങ്ങളൊക്കെ ഓർത്ത് കാണും ഇതിലേ പോയി ഒരു അനക്കവും ഇല്ലല്ലോ എന്ന്. കുറേ തിരക്കായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം പിട്ടാപ്പള്ളിയിലാണ്. കേരളത്തിലെ നമ്പർ 1 ഗൃഹോപകരണ വിതരണ ശൃംഖലയായ പിട്ടാപ്പള്ളിയിലെ ഒരു ഷാപ്പാണ് ഞാൻ. അപ്പം നമുക്കിപ്പോൾ AC-യുടെ സീസൺ ആയതുകൊണ്ട് നിന്ന് തിരിയാൻ നേരമില്ല, ഭയങ്കര തിരക്കാണ്. ചൂട് അതുപോലാണല്ലോ, എല്ലാവരും AC വാങ്ങിക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഇൻസ്റ്റലേഷൻ, ഡെലിവറി എല്ലാം ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ്. 4-5 ദിവസമൊക്കെ വേണം മിനിമം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കിട്ടാനായിട്ട്. അപ്പോൾ ആ ഒരു തിരക്കിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മൾ ഇത് കുറച്ച് നാൾ വീഡിയോ ചെയ്യുന്നതൊന്നും വിട്ട് നിന്നതാണ്. പക്ഷേ അങ്ങനെ നിങ്ങളെ ഒന്നും മറക്കാൻ പറ്റുമല്ലോ, നമ്മുടെ ചെടികളെയും മറക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് പുതിയ പുതിയ വളങ്ങൾ കൊടുത്ത് അവരെ ഒന്ന് ഉഷാറാക്കി എടുക്കേണ്ടത്. അതാണ് ഇന്ന് ഞാൻ രാവിലെ വീഡിയോയുമായിട്ട് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും AC, ഫ്രിഡ്ജ്, TV അങ്ങനെ ഹോം അപ്ലയൻസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ന്യായമായ വിലയ്ക്ക് നിങ്ങളുടെ സ്ഥലത്ത് എത്തിച്ചു തരുന്നതായിരിക്കും. കേരളത്തിൽ എവിടെ വേണേലും കേട്ടോ, അത് മറന്നു പോകണ്ട. എവിടെ കിട്ടുന്നതിലും നല്ല ഡിസ്കൗണ്ട് ആയിരിക്കും നമ്മൾ പിട്ടാപ്പള്ളിയിൽ തരുന്നത്. ഇത് കണ്ടോ, ഇവിടെ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടല്ലേ. ഇതെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ഇതാണ് നമ്മുടെ ഫിഷ് അമിനോ ആസിഡ്. അതായത് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, 1 കിലോ മത്തി അല്ല ചാളാന്ന് പറയും, അതും 1 കിലോ ശർക്കരയും കൂടെ എടുക്കുക. ഒട്ടും വെള്ളം തൊടാതെ ഒരു നല്ല ഉണങ്ങിയ പാത്രത്തിൽ, എയർടൈറ്റായുള്ള ഒരു പാത്രത്തിൽ ഒരു കുറച്ച് മീൻ ഇടുക. അടിയിൽ അതിൻ്റെ മുകളിൽ ഒരു ലെയർ ശർക്കര പൊടിച്ചിടുക. വീണ്ടും അതിൻ്റെ മുകളിൽ ഒരു ലെയർ മീൻ നിരത്തുക. അങ്ങനെ നമ്മളത് ഫുള്ള് ഒരു ലെയർ ബൈ ലെയറായിട്ട് റെഡിയാക്കി നിരത്തി അടുക്കി വെച്ച് നല്ല രീതിയിൽ എയർ ടൈറ്റാക്കി അടച്ച് സൂക്ഷിക്കുക. ഒട്ടും വെയിലടിക്കരുത്. ഒരു 45 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേനും അതിൽ നിന്ന് നമുക്കത് ഈ ഒരു രീതിയിൽ അതിൻ്റെ ഒരു വെള്ളം കിട്ടും. ഇതാണ് നമുക്ക് ഫിഷ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഓർക്കിഡ് ചെടികളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല ബെസ്റ്റ് ഒരു ടോണിക്കാണ് ഈ ഫിഷ് അമിനോ ആസിഡ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തെങ്കിലും സംശയമുള്ളവർ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മളിത് ആഡ് ചെയ്യുന്നത് നമ്മുടെ ഈ 5 ലിറ്റർ സ്പ്രെയറിലേക്ക് ഈ ഒരു ഗ്ലാസ് ഫിഷ് അമിനോ ആസിഡാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ അരിപ്പ വെച്ചിട്ട് അരിച്ച് വേണം ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. ഓക്കെ, ഇതൊക്കെ ഉണ്ടോ, കുറച്ച് തരി കരടുകളൊക്കെ ഉണ്ടാകും. അതിനാണെങ്കിൽ അരിപ്പ് വെച്ച് അരിക്കണം എന്ന് പറഞ്ഞാൽ, എന്ത് വളം നമ്മൾ സ്പ്രെയറിൽ ഒഴിച്ച് കൊടുത്താലും അത് നന്നായിട്ട് അരിച്ചിട്ടേ കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നുള്ളൂ, നമ്മുടെ സ്പ്രെയർ കംപ്ലൈൻ്റ് ആയി പോകും. ഇനി ഇതിലേക്ക് നമ്മൾ 5 ലിറ്റർ വെള്ളം ഒഴിക്കുക. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന എൻ്റെ അളവുകളൊക്കെയാണ് കേട്ടോ. ഈ ജൈവവളമൊക്കെ ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ഗ്ലാസ്സിൽ ഞാൻ ഒരു ഫുൾ ഗ്ലാസ് എടുത്ത് 5 ലിറ്റർ വെള്ളത്തിലേക്കാണ് മിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇതെല്ലാം നമ്മൾ ഇവിടെ റെഡിയാക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനതൊന്നും കാണിക്കാത്ത അത്രയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വെറുതെ വീഡിയോ വലിച്ചു നീട്ടാനായിട്ട് ഞാൻ അതൊക്കെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ ഈ ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ചെടികളിലേക്ക് എപ്പോഴും കാണിക്കുന്ന പോലെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ഓർക്കിഡ് എല്ലാത്തിനും കൊടുക്കാം കേട്ടോ. ഡെൻഡ്രോബിയം, ഫലനോസിസ്, അങ്ങനെ ഏത് കാറ്റ്ലിയ, മൊക്കാറ, എന്ത് ഓർക്കിഡ് ഉണ്ടല്ലോ അതിനെല്ലാം നമുക്ക് ഈ വളം കൊടുക്കാം. ഓർക്കിഡിനല്ല എല്ലാ വളവും കൊടുക്കാം നമുക്ക്. അത് ഇന്ന വളം ഇതിന് കൊടുക്കാവോ എന്നൊക്കെ ഓരോരുത്തർ ഞാൻ ഓരോ വളം കാണിക്കുമ്പോൾ സംശയം ചോദിക്കാറുണ്ട്. അതാണ് പറഞ്ഞത്, ഏത് വളം ഏതിന് വേണമെങ്കിലും കൊടുക്കാം. ഇത് നമ്മുടെ കാറ്റ്ലിയാണ്. ഇതൊക്കെ നിങ്ങളെ കാണിക്കുന്നത് ഞാൻ ഇതിനൊക്കെ കൊടുക്കാമെന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നില്ല, ഞാൻ കൊടുക്കുന്നുണ്ട് വീഡിയോ. ഇത് ഫലനോസിസാണ്. മൊത്തം അങ്ങ് അടിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇത് കാണാമല്ലോ. ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പ്ലാന്റ് വളരും, നല്ല ആരോഗ്യത്തോടെ വളരും. ഇത് ഇവിടെ യായാസുന്ദരി ചെറിയ ഒരു പ്ലാന്റിൽ മുട്ട് വന്ന് പൂവായിരിക്കുന്നു. അത് നിങ്ങളെ ഞാൻ കാണിച്ചില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മളുടെ കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടി കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.